എൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം ആഫ്രിക്കയിൽ തീർത്തവനാണ് ഞാൻ. അതുകൊണ്ട് ആഫ്രിക്കയിലെ പ്രകൃതി എനിക്ക് ഏറെ പരിചിതമാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആനകളെ വീഴ്ത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ ഈ വരൾച്ച കാലങ്ങളിലൊക്കെ മിക്ക നദികളിലെയും വെള്ളം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ മുൻമാസങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ആനകൾ വെള്ളമുള്ള നദികളിലേക്ക് കൂട്ടമായി വരും. ആ സമയത്ത് വളരെ എളുപ്പത്തിൽ ആനകളെ നമുക്ക് വേട്ടയാടാൻ കഴിയും. എന്നാൽ മഴക്കാലങ്ങളിൽ വേട്ടയാടൽ വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൻ്റെ ലഭ്യതയും പിന്നെ വളർന്നു നിൽക്കുന്ന ആനപ്പുല്ലുകളും. ഈ ആനപ്പുല്ലുകൾക്കിടയിലൂടെ ആനകളെ ട്രാക്ക് ചെയ്തു പോകുന്നത് വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. ആഫ്രിക്കയിലെ ഗെയിം ഹണ്ടിനെ പറ്റി വിശദീകരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമല്ല. ഉദാഹരണത്തിന് ആനകൾ ഉറങ്ങാറില്ല. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. ആനകൾ ഉറങ്ങാറുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരു ആനയെ ആ കിടന്ന കിടപ്പിൽ ഞാൻ വെടിവെച്ചിട്ടിട്ടുണ്ട്. ആഫ്രിക്കയിലെ ജീവികളും മനുഷ്യരും എല്ലാം വ്യത്യസ്തരായ കഥാപാത്രങ്ങളാണ്. ഇവർക്കിടയിൽ ധാരാളം അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വലിയ വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ അവർ പറയുന്നത് ചില സമയത്ത് സത്യമായി തീരാറുണ്ട്. ഇന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കാട്ടുപോത്തിൽ നിന്നും എനിക്കുണ്ടായ അനുഭവമാണ്. കൂടെ ഒരു ആനവേട്ടക്കഥയും. കഥ പറയുന്നതിന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥ നടക്കുന്നത് ലുവേഗു നദിക്കരയിലെ സുൽത്താൻ ലിയാൻഡൂക്കിന്റെ ഗ്രാമത്തിലാണ്. അന്ന് ഞാൻ അവിടെയായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്. രാത്രി 2 മണിക്ക് എൻ്റെ ട്രാക്കർമാർ ഒരാളായ മലിംഗം പതിയെ എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. പാതി മയക്കത്തിലായിരുന്നു ഞാൻ. ഇവരുടെ തോട്ടത്തിൽ ആന ഇറങ്ങിയെന്നും അത് തോട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നുമാണ് അവൻ എന്നോട് വന്ന് പറഞ്ഞത്. പക്ഷേ ഉറക്കത്തിന്റെ കാഠിന്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഉറക്കം മാത്രമല്ല, കൂരാക്കുരുട്ടിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? നേരം വെളുത്തിട്ട് നോക്കാം. ഇത് ഞാൻ മലിംഗത്തിനോട് പറഞ്ഞുകൊണ്ട് ബ്ലാങ്കറ്റ് മുകളിലേക്ക് പൊതിച്ച് ഞാൻ സുഖമായി കിടന്നുറങ്ങി. പ്രഭാതം പൊട്ടിവിടർന്നു. ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് മലിംഗത്തിനെ വിളിച്ചു. ശേഷം എൻ്റെ റൈഫിളുകളും മറ്റ് ആവശ്യ സാധനങ്ങളും എടുത്ത് നേരെ ആന ഇറങ്ങിയ കൃഷിസ്ഥലത്തേക്ക് നടന്നു. നേരം വെളുത്തിട്ട് കഷ്ടിച്ച് 1/2 മണിക്കൂറായി കാണും. ഞങ്ങൾ സംഭവം നടന്ന സ്ഥലത്തെത്തി. ശക്തമായ ആനച്ചൂരാണ് അവിടെയെല്ലാം. ആന അവിടെ ആകെ നശിപ്പിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. പരിസരമൊക്കെ ഞങ്ങളൊന്ന് പരിശോധിച്ചു. ആന കൂട്ടമല്ല, ഒറ്റയാനാണ്. കാൽപ്പാടുകളിൽ നിന്നും അത് ഞങ്ങൾക്ക് മനസ്സിലായി. ആന പോയ ദിശ എൻ്റെ ട്രാക്കർ മലിംഗ കണ്ടുപിടിച്ചു. അവൻ ആന പോയ ദിശ ചൂണ്ടിക്കാട്ടി എന്നെ ഒന്ന് നോക്കി. ഞാൻ അവൻ്റെ പുറകെ നടപ്പാരംഭിച്ചു. മലിംഗയുടെ കയ്യിൽ എൻ്റെ 10.75 റൈഫിളും ഞാൻ 5.77 ഡബിൾ ബാർ റൈഫിളും പിടിച്ച് നടക്കാൻ തുടങ്ങി. ആനകളുടെ മണം പിടിച്ച് ഞങ്ങൾ എത്തിയത് 12 അടി ഉയരമുള്ള പുൽക്കാട്ടിലാണ്. ആനകൾക്ക് എപ്പോഴും ഇത്തരം ആനപ്പുല്ല് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കാനാണ് ഇഷ്ടം. ഇതിലൂടെ ഒരു ആന പോയാൽ ആ ആനയെ ട്രാക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരുപക്ഷെ ആനക്കറിയുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഒരു 100 യാർഡ് പിന്നിലായി ഗ്രാമത്തിലെ കുറച്ചാളുകൾ പുറകെ വരുന്നുണ്ട്. എൻ്റെ സാധനങ്ങൾ ചുമന്ന് വരുന്നവരാണവർ. സത്യത്തിൽ ആന ഞങ്ങൾക്ക് കുറെ മുൻപേ പോയിട്ടുണ്ട്. ആനപ്പിണ്ടത്തിന്റെ ചൂടും പുല്ലുകൾ ഒടിഞ്ഞു കിടക്കുന്നതിൻ്റെ രീതിയൊക്കെ നോക്കിയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ആന മുന്നേ പോയതുകൊണ്ട് നടത്തത്തിന് ഒരല്പം വേഗത കൂട്ടി. പെട്ടെന്ന് ഞങ്ങളുടെ വലതുഭാഗത്തു നിന്നും പുല്ലുകൾ ഒടിയുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ നടപ്പ് നിർത്തി പരസ്പരം ഒന്ന് നോക്കി. എൻ്റെ മുന്നിലാണ് മലിംഗം നിൽക്കുന്നത്. എൻ്റെ കൂടെ ഹയ്യ എന്ന സഹായിയുമുണ്ട്. ഞങ്ങൾ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് തലതിരിച്ചു നോക്കി. പേടിപ്പിക്കുന്ന രീതിയിലുള്ള മുരൾച്ച ശബ്ദമാണ് അപ്പോൾ ഞങ്ങൾ കേട്ടത്. സത്യത്തിൽ അപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കാട്ടുപോത്തുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അവൻ ശക്തമായൊന്ന് മുക്രയിട്ട് പുല്ലുകളെ വകഞ്ഞു മാറ്റി ഞങ്ങൾക്ക് നേരെ ഓടി വരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിയത്. എൻ്റെ തോക്ക് കാണുന്നില്ല. തോക്കിൻ്റെ ഭാരം കാരണം ഞാൻ എൻ്റെ ഹയ്യ എന്ന സഹായിയുടെ കയ്യിൽ കുറച്ചു സമയം മുമ്പാണ് കൊടുത്തത്. പോത്ത് ഓടി വരുന്നത് കണ്ടപ്പോഴേ ഹയ്യ തിരിഞ്ഞോടി. മലിംഗമാണെങ്കിൽ ഉറക്കെ നിലവിളിച്ച് മുന്നോട്ട് മൂടി. സത്യത്തിൽ കയ്യിൽ ഒരായുധവുമില്ലാതെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് പോത്തെന്നിൽ നിന്നും തിരിഞ്ഞ് നേരെ പോയത് മലിംഗത്തിന്റെ പുറകെയാണ്. അവന്റെ നിലവിളിയും അലർച്ചയും കേട്ടിട്ടാകാം അത് അവന്റെ പുറകെ പോയത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു റൈഫിൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് അതുകൊണ്ട് അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പോത്ത് അവന്റെ നേരെ പാഞ്ഞെടുക്കുന്നതിനിടയിൽ മലിംഗ താഴെ കിടന്നൊരു വള്ളിയിൽ കാൽ കുടങ്ങി നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാണുണ്ടായത്. പക്ഷെ ആ സമയത്ത് മലിംഗം അവന്റെ മനോധൈര്യം കൈവിട്ടിരുന്നില്ല. അവൻ നിലത്ത് മലർന്നു കിടക്കുകയും
ഓടിവരുന്ന പോത്തിനെ തോക്ക് വിലങ്ങനെ പിടിച്ച് അവൻ എതിർക്കുകയും ചെയ്തു. പക്ഷെ അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. ആ കാട്ടുപോത്ത് തോക്കിനെ കൊമ്പുകൊണ്ട് കോരിയെറിഞ്ഞു. അത് 20 യാർഡ് അകലത്തിലാണ് ചെന്ന് വീണത്. പോത്ത് തലയൊന്ന് ഉയർത്തി വീണ്ടും അവനെ തന്നെ കൊമ്പുകൊണ്ട് കുത്തിയെടുക്കാൻ നോക്കുകയാണ്. മലിംഗം അവന്റെ അരയിലുണ്ടായിരുന്ന കത്തി ഊരിയെടുത്ത് പോത്തിന്റെ വലത്തെ കണ്ണിലേക്ക് കുത്തിയിറക്കി. പോത്ത് തല തിരിച്ച് പിന്നോട്ട് മാറി. ആ ഒരു സെക്കൻഡിൽ തന്നെ മലിംഗം എഴുന്നേറ്റ് ഓടി. അവൻ എൻ്റെ നേരെയാണ് ഓടി വരുന്നത്. ഇതുവരെ ഇതെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂവെങ്കിലും ആ സമയം ഹയ്യ പെട്ടെന്ന് തോക്കുമായി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ തോക്കെടുത്ത് പോയിന്റ് ചെയ്തു നിന്നു. മലിംഗയും പുറകെ പോത്തും ഓടി ഞങ്ങളുടെ ഭാഗത്തേക്കാണ് വരുന്നത്. ഞാൻ മലിംഗത്തിനോട് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചാടി മാറാൻ ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സാഹചര്യത്തിൽ അവനതൊരിക്കലും ചെയ്യാൻ സാധിച്ചില്ല. അത്തരമൊരു സാഹചര്യത്തിൽ വെടിവെച്ചാൽ കൊള്ളുന്നത് മലിംഗത്തിനിട്ട് തന്നെയാകും. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും വിറളി പിടിച്ച ആ പോത്ത് മലിംഗത്തിനെ കൊമ്പിൽ കോരി മുകളിലേക്ക് കുടഞ്ഞെറിഞ്ഞു. ആ പോത്ത് വീണ കിടക്കുന്ന ഇരയെ തീർക്കാനുള്ള അവസാന ശ്രമത്തിനായി മലിംഗയ്ക്ക് നേരെ വന്നപ്പോഴേക്കും അതിന്റെ ഷോൾഡർ ലക്ഷ്യം വെച്ച് ഞാൻ ആദ്യ വെടി പൊട്ടിച്ചു. ഒരു വശത്തേക്ക് മറിഞ്ഞു വീണുവെങ്കിലും എന്റെ രണ്ടാമത്തെ ബാരലെ വെടി അതിന്റെ മർമ്മത്തിലിട്ട് തന്നെ കൊണ്ടു. അന്തരീക്ഷം ശാന്തമായി. കാട്ടുപോത്ത് ചത്തെന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാനും ഹയ്യയും മലിംഗത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ ഇതിനോടകം മരിച്ചിരിക്കുമെന്നാണ് ഞാൻ സത്യത്തിൽ കരുതിയിരുന്നത്. പക്ഷെ ഭാഗ്യം കൊണ്ട് ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. പോത്തിന്റെ കൊമ്പുകൊണ്ട് തുടയിൽ ആഴത്തിലൊരു കീറലുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് മുറിവുകൾ മരുന്ന് വെച്ച് കെട്ടി. ശേഷം തുടയിലെ ആ മുറിവ് തുന്നിക്കൂട്ടി. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, കാടിന്റെ നടുവിൽ വെച്ച് മുറിവ് തുന്നുകയോ? അതിനുള്ള ആവശ്യ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. ചെത്തിക്കുറിപ്പിച്ച ഒരു മുളയുടെ കഷ്ണം സൂചിയായും എൻ്റെ കാക്കി ഷർട്ടിലെ നൂലും കൊണ്ടാണ് ഞാൻ ആ മുറിവ് തുന്നിയത്. 1 മാസം കഴിയുമ്പോഴേക്കും മുറിവുകൾ മാറി മലിംഗം പതിയെ റിക്കവറായി വരുന്നുണ്ടായിരുന്നു. ഈ പോത്ത് ഇതിനോടകം തൊട്ടടുത്ത ഗ്രാമത്തിലെ 2 ആളുകളെ ഇതുപോലെ ഓടിച്ചു കൊന്നിരുന്നു. മലിംഗം പതിയെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നു. എന്നാൽ അപ്പോഴേക്കും അവന്റെ മാനസിക നില അല്പം ബുദ്ധിമുട്ടിലായിരുന്നു. എപ്പോഴും നിരാശയും ദുഃഖവുമായിരുന്നു അവന്. ശരിക്കും ഈ മലിംഗം വളരെ രസികനായ ഒരു കക്ഷിയാണ്. ആൾക്ക് ഓരോ ഗ്രാമത്തിലും ഓരോ കാമുകിമാരുണ്ട്. എപ്പോഴും ചിരിച്ചു മാത്രമേ മലിംഗത്തിനെ കാണാൻ സാധിക്കൂ. എന്നാൽ കുറച്ച് ദിവസമായിട്ടുള്ള ഇവന്റെ ഈ വിഷാദത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒരിക്കൽ ഞങ്ങളെല്ലാവരും ഗ്രാമത്തിൽ വട്ടം കൂടി സംസാരിക്കുന്നതിനിടയ്ക്ക് അവന്റെ സ്വഭാവത്തിലുള്ള ഈ മാറ്റത്തിനെപ്പറ്റി അവനോട് തന്നെ ഞാൻ ചോദിച്ചു. അതിന് അവൻ തന്ന മറുപടി സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. വളരെ ആശ്ചര്യത്തോടെയാണ് അവനത് പറഞ്ഞത്. മാസ്റ്റർ, ഞാൻ ഇങ്ങനെയാകാൻ കാരണം എൻ്റെ ഭാര്യയാണ്. അവൾ എന്നെ ചതിച്ചിരിക്കുന്നു. അവളിപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ആ പോത്തെന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ഇത് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ചിരിച്ചുപോയി. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഈ മനുഷ്യർക്കിടയിലുള്ളത്. 2 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ടാങ്കനിക്ക തടാകത്തിന്റെ അരികിൽ നിന്നും ഒരു സംഘം ഞങ്ങളുടെ ക്യാമ്പിലേക്ക് വന്നു. അവർ മലിംഗയ്ക്കുള്ള ഒരു കത്തുമായി വന്നതായിരുന്നു. അവന്റെ സഹോദരൻ കൊടുത്തുവിട്ട കത്തായിരുന്നു അത്. അത് വായിച്ചയുടൻ അവൻ കരയുന്നതാണ് ഞാൻ കണ്ടത്. കരയുന്ന കണ്ണുകളോടെ എന്നെ നോക്കി. ഞാൻ പറഞ്ഞതല്ലേ അവൾ എന്നെ ചതിക്കുമെന്ന്. അപ്പോൾ എൻ്റെ അന്ധവിശ്വാസമാണെന്നല്ലേ പറഞ്ഞത്. ഈ കത്ത് വായിച്ചു നോക്കൂ മാസ്റ്റർ. ആ കത്തെൻ്റെ നേരെ നീട്ടിക്കൊണ്ട് മലിംഗം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശാന്തനായി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവൻ സ്വയവും കുറച്ചെന്നോടായും പറഞ്ഞു. എനിക്ക് ഈ ഗ്രാമത്തിൽ നിന്നെല്ലാം കല്യാണം കഴിക്കാൻ ധാരാളം സ്ത്രീകളെ കിട്ടും. അവൾ ഇന്നെനിക്ക് ആരുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മലിംഗം അവന്റെ സങ്കടം തീർത്തു. ഇനി തന്നെക്കാൾ പ്രായം കൂടിയ വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുമെന്നും അവൻ പറയുന്നത് ഞാൻ കേട്ടു. എന്തായാലും പതിയെ മലിംഗം പഴയ മലിംഗമായി മാറിയിരുന്നു. പഴയ സന്തോഷവും ചിരിയുമൊക്കെ അവന്റെ മുഖത്ത് തിരിച്ചു വന്നു. ഇപ്പോൾ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടായാൽ അവർ തൻ്റെ ഭാര്യ വിശ്വാസവഞ്ചന ചെയ്തുവെന്നാണ് കരുതുന്നത്. ഇത് പറഞ്ഞ് ഇവർ ആ സ്ത്രീയെ വിഷപരീക്ഷണത്തിന് വിധേയമാക്കും. ആഫ്രിക്കയിലെ ആചാരങ്ങളാണിതെല്ലാം. ഇനി ആദ്യം പറഞ്ഞ ആ ആനവേട്ട കഥ പറയാം. വർഷം 1908 ഒരു ജൂൺ മാസം. ഞാൻ ലിൻഡിയിൽ നിന്നും മഹാങ്കയിലേക്കുള്ള യാത്രയിലായിരുന്നു. ക്ഷീണം കാരണം പോകുന്ന വഴിയിലെ ഒരു ഗ്രാമത്തിൽ തങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഒരു കുന്നിൻ ചെരുവിലുള്ള ചെറിയ ഗ്രാമമായിരുന്നു അത്. ടിക് ഫീവർ കാരണം എൻ്റെ ആരോഗ്യം അല്പം മോശമായിരുന്നു. കൂടെ 3 ദിവസം നീണ്ട യാത്രയും. എന്തായാലും ഗ്രാമത്തിൽ വിശ്രമിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ഗ്രാമമുഖ്യൻ എൻ്റെ കുടിലിൻ്റെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു.
പൊട്ടസംഭോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ കുടിൽ നിന്നും പുറത്തു വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് ആ വാർത്ത അദ്ദേഹം പറയുന്നത്. അടുത്ത ഗ്രാമത്തിലെ തദ്ദേശവാസിയായ ഒരു വേട്ടക്കാരൻ ആനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു. തേൻ ശേഖരിക്കാൻ പോയ ഇദ്ദേഹത്തിൻ്റെ 2 സഹായികളാണ് ഈ വിവരം മൂപ്പനെ അറിയിച്ചത്. ആനവേട്ടക്കാരനായ ഒരു വെള്ളക്കാരൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇവർ ഇന്നലെ രാത്രിയിൽ തന്നെ വിവരമറിയിക്കാൻ ഇങ്ങോട്ട് വന്നത്. വലിയ ഒരു ആന എന്നാണ് ഇവർ എന്നോട് പറഞ്ഞത്. പക്ഷെ ഒരു വേട്ടയ്ക്കുള്ള ആരോഗ്യം എനിക്കപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമാണ്. എന്തായാലും ആന ആ മനുഷ്യനെ കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കൂടുതൽ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഗ്രാമത്തിൽ വിവരം പറഞ്ഞ ആ വേട്ടക്കാരനെയും എൻ്റെ ട്രാക്കർമാരെയും കൂട്ടി ഞാൻ നടപ്പാരംഭിച്ചു. 10 മണി ആയപ്പോഴേക്കും ഞങ്ങൾ സംഭവ സ്ഥലത്തെത്തി. ഞാൻ അപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അയാളുടെ ശരീരം ആന ചവിട്ടി അരച്ചിരുന്നു. തലയാണെങ്കിൽ മണ്ണിലൊരു പൾപ്പ് പോലെ ആഴിക്കഴിഞ്ഞതാണ് ഞങ്ങൾ കണ്ടത്. സ്റ്റീം ഹാമറിൽ കൊണ്ടുവച്ച ഒരു ഇരുമ്പ് കഷ്ണം അടിച്ചു പരത്തിയാൽ എങ്ങനെയാണോ അതുപോലുണ്ട് കാണാൻ. വയറിൽ ആന കൊമ്പിറക്കിയിട്ടുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. ഞാൻ എൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അപ്പോഴേക്കും മറന്നിരുന്നു. കാരണം ഇത്രയും ക്രൂരത കാണിച്ച ഈ ആന ഗ്രാമവാസികൾക്ക് തീർച്ചയായിട്ടും ഭീഷണി തന്നെയാണ്. കൂടാതെ അതിൻ്റെ വലിയ കൊമ്പുകൾ എനിക്ക് എടുക്കുകയും ചെയ്യാം. ഞങ്ങൾ സംഭവ സ്ഥലത്തിൻ്റെ ചുറ്റിലായി ഒരു പരിശോധന നടത്തി. ആനയുടെ ഫുട് പ്രിന്റിനായി തിരഞ്ഞു. ഒടുവിൽ ആ കൊലപാതകിയുടെ ട്രാക്കുകൾ കണ്ടെത്തി. ഞാനും എൻ്റെ ട്രാക്കർമാരും അതിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ 577 ഡബിൾ ബാരൽ റൈഫിൾ മലിംഗത്തിൻ്റെ കയ്യിലും 10.75 റൈഫിൾ നദവാസിയുടെ കയ്യിലുമായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ആനയുടെ അടുത്തെത്തി. ഞങ്ങൾക്കവനെ കാണാവുന്ന ദൂരത്തിലാണ്. ആന ഒരു മുളങ്കാട്ടിനുള്ളിൽ അനങ്ങാതെ നിൽക്കുകയാണ്. ഏകദേശം 50 യാർഡ് ദൂരമേ കാണുകയുള്ളൂ. പക്ഷേ ആന ഞങ്ങളുടെ സാന്നിധ്യം ഇതുവരെ അറിഞ്ഞിരുന്നില്ല. ഞാൻ ലക്ഷ്യം വെച്ച് നിൽക്കുമ്പോഴാണ് ആന തുമ്പിയുയർത്തി മണം പിടിച്ചത്. ആന ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞെന്ന് ഞങ്ങൾക്കുറപ്പായി. പെട്ടെന്ന് ഷോട്ട് എടുക്കാൻ എന്നോട് മലിംഗ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ പോയിന്റ് ചെയ്ത് ആനയുടെ ചെവിക്ക് പിന്നിലായി 1ാമത്തെ വെടി ഉതിർത്തു. എന്നാൽ ആന വിരളി പിടിച്ച് ഞങ്ങൾക്ക് നേരെ ഓടി വരികയാണ് ഉണ്ടായത്. ഞാൻ 2ാമത്തെ ബാരലിലെ വെടിയും പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു. അതവൻ്റെ ഹൃദയത്തിലേക്കാണ് തുളഞ്ഞു കയറിയത്. ആന തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് കുറച്ച് സെക്കൻഡ് അവിടെ തന്നെ ഒന്ന് നിന്നു. വീണ്ടും ഞങ്ങൾക്ക് നേരെ പാഞ്ഞു വരികയാണ്. റീലോഡ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നദവാസിയിൽ നിന്നും ഞാൻ എൻ്റെ 2ാമത്തെ റൈഫിൾ എടുത്ത് ഷോട്ട് എടുക്കാൻ തയ്യാറായി. അതതിൻ്റെ മുഖത്താണ് കൊണ്ടത്. പക്ഷേ ആനയുടെ ശൗര്യത്തിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. ആന എൻ്റെ തൊട്ടരികിൽ വരെ എത്തി. ഞാൻ അടുത്ത വെടി അതിൻ്റെ മസ്തകത്തിൽ തന്നെ പൊട്ടിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ചു ദൂരം പിറകിലേക്ക് മാറിയിരുന്നു. ആന നിലവിളിയോടെ നിലത്തേക്ക് വീണു. ഇത്ര ക്ലോസ് റേഞ്ചിൽ കിട്ടിയിട്ടും ഇത്രയും വെടി ഉതിർക്കേണ്ടി വന്നതിനെപ്പറ്റി ഞാൻ എന്നെ തന്നെ ഒന്ന് വിശകലനം ചെയ്തു. ആന ചെരിഞ്ഞെന്നുറപ്പായപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി ഞങ്ങൾ പരിശോധിച്ചു. ആനയ്ക്ക് പറയത്തക്ക വലിപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ കൊമ്പുകൾ വലുതും ഭംഗിയുള്ളതുമായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന വേട്ടക്കാരൻ അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത്. ഈ ആന ഇതിനു മുൻപും തദ്ദേശവാസികളായ 3 വേട്ടക്കാരെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ബോധ്യമായി. ഏകദേശം 26 ബുള്ളറ്റുകളുടെ പാടുകളാണ് അതിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടത്. അതിൽ 3 ബുള്ളറ്റുകൾ പുതിയതായിരുന്നു. കൊല്ലപ്പെട്ടു പോയ ആ വേട്ടക്കാരൻ ഇതിനെ വെടിവെക്കാൻ നോക്കിയപ്പോഴാണ് ആന ഇയാളെ കൊലപ്പെടുത്തിയത്. ആനയുടെ പുറകിലായാണ് ബുള്ളറ്റുകൾ കൊണ്ടിട്ടുള്ളത്. ആനയ്ക്ക് പരിക്കേൽപ്പിച്ചുവെങ്കിലും വീഴ്ത്താൻ കഴിയാത്തതിനാൽ ആന ഇയാളെ കൊലപ്പെടുത്തി. എന്തായാലും ഞങ്ങൾ കൊമ്പുകളെടുത്തു ഗ്രാമത്തിലേക്ക് മടങ്ങി. ഞാനൊരു ഗെയിം ഹണ്ടറാണ്. മനുഷ്യർക്ക് ആപത്തായ മൃഗങ്ങളെ വളരെ ചുരുക്കമാണ് ഞാൻ വേട്ടയാടിയിട്ടുള്ളത്. അതിലൊരു കഥയാണ് ഈ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.